അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ദൈവം നമ്മളെക്കുറിച്ച് കണ്ടിരുന്നു. നമ്മൾ ജനിക്കണമെന്നും നമ്മൾ ജീവിക്കണമെന്നും ദൈവം തീരുമാനിച്ചാൽ അതിനെ തടയുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പ്രഭാത വന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ തമ്പുരാൻ നമുക്ക് വീണ്ടും ഒരു ദിവസത്തെ ശേഷിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ലോകത്തിൽ നിന്ന് മരണത്തിൽ കൂടെ മാറ്റപ്പെട്ടു. എന്നാൽ അവരുടെ മധ്യത്തിൽ ഒരു ദിവസത്തെ കൂടെ കാണുവാനും ഒരു ദിവസത്തെ ജീവിതം ആസ്വദിക്കുവാനും തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിനെ ഓർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഇത് നമ്മുടെ മിടുക്കും നമ്മുടെ സാമർഥ്യവും നമ്മുടെ കഴിവൊന്നുമല്ല. ഇന്ന് പലരും പറയാറുണ്ട് ഇതൊക്കെയും എൻ്റെ സാമർഥ്യം കൊണ്ടും എൻ്റെ കുലമഹിമ കൊണ്ടും ഒക്കെയാണെന്ന്. എന്നാലല്ല. കാരണം ദൈവം നമുക്കൊരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു. എന്നാൽ സംഹാരകൻ എന്ന് പറഞ്ഞാൽ മരണം. ഏത് നിമിഷവും ആർക്കും കടന്നു വരാവുന്ന ഒരു കാര്യമാണത്. സംഹരിക്കുവാൻ അധികാരമുള്ളവൻ. എന്നാൽ സംഹാരകൻ കടന്നു വരണമെങ്കിൽ ഉടയവൻ അനുവാദം കൊടുക്കണം. അതാണ് പറയപ്പെട്ടത് ആദ്യം ഞാൻ പറഞ്ഞത്. നമ്മൾ ജനിക്കണമെന്നും ജീവിക്കണമെന്നും ദൈവം തീരുമാനിച്ചാൽ ആ സമയത്തെ മാറ്റുവാൻ ആരെക്കൊണ്ട് സാധിക്കുകയില്ല. 139 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പിണ്ഡാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലായിരുന്നപ്പോൾ നിന്നെക്കുറിച്ച് ജീവൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതി. നോക്കണമേ, ജീവൻ്റെ പുസ്തകത്തിൽ പേര് ഉള്ള ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് എന്ന് മാറിപ്പോകണമെന്ന് തമ്പുരാൻ തീരുമാനിക്കണം. ഇന്ന് പലരും പറയാറുണ്ട്, ഇന്ന് പലരൊക്കെയും ഈ ലോകത്തുനിന്ന് മരിച്ചു പോകുമ്പോൾ അല്ലെ പ്രായമുള്ള മനുഷ്യരൊക്കെയും പ്രായമുള്ള മാതാപിതാക്കളൊക്കെയും മരിച്ചു കഴിയുമ്പോൾ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരെ ചിലർ നല്ലവണ്ണം നോക്കിയതായിരുന്നെങ്കിൽ അവരിപ്പോൾ മരിക്കത്തില്ല, അവർ പട്ടിണി കിടന്നുകൊണ്ടാണ് മരിച്ചത്, അവരെ ചികിത്സിക്കാത്തതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കാത്തതുകൊണ്ടാണോ മരിച്ചത് എന്ന് ഇന്ന് പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ദൈവം തമ്പുരാൻ നമുക്ക് ഒരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. ആ ദിവസം വന്നു കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിച്ച് നിർത്താൻ ഈ ഭൂമിയിൽ ആരെക്കൊണ്ടും സാധിക്കത്തില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. യഹോവയായ ദൈവം പറഞ്ഞു, നിൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നതിന് മുമ്പേ ഞാൻ നിന്നെക്കുറിച്ച് അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ ഒരു ആകുന്നതിന് മുമ്പ് തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. കാരണം നമ്മൾ ജനിക്കണമെന്നും നമ്മൾ ആരായിരിക്കണമെന്നും നമ്മൾ എങ്ങനെയായിരിക്കണമെന്നും നമ്മുടെ സ്വഭാവം എന്താണെന്നും നമ്മുടെ നിറം എന്താണെന്നും നമ്മുടെ കുലമഹിമ എന്താണെന്നും നമ്മളെ ആയുസ് എത്രയാണെന്നും തമ്പുരാൻ തീരുമാനിച്ചാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വിടുന്നത്. അതാണ് ജീവൻ തന്ന ഉടയവൻ്റെ തീരുമാനം. ആ ജീവൻ തന്ന ഉടയവൻ്റെ തീരുമാനത്തിന് അപ്പുറമായിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ജീവൻ തന്ന ഉടയവൻ്റെ വചനങ്ങളെ അനുസരിക്കുക, വാക്കുകളെ അനുസരിക്കുക. നമുക്ക് സ്വയമായിട്ട് ഒന്നും ചെയ്യുവാൻ ഈ ലോകത്തിൽ സാധിക്കത്തില്ല. കാരണം ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അത്ഭുതമായി വഴി നടത്തും. അതിന് സംശയമൊന്നുമില്ല. കാരണം ചില ഘട്ടങ്ങളിലും പ്രയാസത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോയാലും എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീർന്നല്ലോ എന്ന് പലരും നിരാശപ്പെട്ട് പ്രയാസപ്പെട്ട് പോകുന്നതായ ചില സംഗതികളൊക്കെയും ചില സാഹചര്യങ്ങളൊക്കെയും ഉണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്ന് ഞാൻ പറയാമല്ലോ, ദൈവം അറിയാതെ നമുക്കൊന്നും ഭവിക്കത്തില്ല. നമ്മളെ ആര് നശിപ്പിക്കുവാൻ നോക്കിയെന്ന് പറഞ്ഞാലും നമ്മളെ വിടിപ്പിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന, നമ്മളെ കരങ്ങളിൽ വഹിച്ചുകൊള്ളുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആലോചനകളെ അനുസരിച്ച് മുന്നോട്ട് പോകാം. ആ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾക്കൊരിക്കൽ പോലും ഒന്നിനും ഒരു കുറവും വരത്തില്ല. ഇയ്യോബിൻ്റെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഇയ്യോബ് 32 വർഷക്കാലം രോഗത്താൽ ഭാരപ്പെട്ടു, ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ചു, തൻ്റെ ചാർച്ചക്കാരും തൻ്റെ സ്നേഹിതന്മാരും ഒക്കെയും തന്നെ ഉപേക്ഷിച്ച് ഇയ്യോബിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നാൽ നോക്കണമേ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിച്ച് ദൈവത്തെ പഴിക്കാതെ തൻ്റെ കുറ്റം കൊണ്ട് അല്ല താൻ ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ താൻ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. പിന്നെ
യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് യോബ് പറഞ്ഞു. നോക്കണമേ, അങ്ങനെ പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇന്ന് പലതും സംഭവിച്ചു കഴിയുമ്പോൾ പലരും നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട്. നമ്മുടെ ചെയ്തി കൊണ്ടാണ്, നമ്മുടെ ചെയ്വന കൊണ്ടാണ്, നമ്മുടെ ശാപം അതുകൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് ഒരു ദിവസം തീരുമാനിച്ചിട്ടുണ്ട്. സംഹാരകൻ നമുക്കെതിരായി കടന്നു വരും. എന്നാൽ അതിനു മുമ്പ് നമ്മൾ നമ്മുടെ അരമുറുക്കണം, വഴിയൊരുക്കണം. പിന്നെ ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മൾ മറയണം. ഏതാണ് രക്തക്കോട്ട? ദൈവത്തിൻ്റെ രക്തക്കോട്ട. ദൈവത്തോടുകൂടി വസിക്കാനുള്ള ആ രക്തക്കോട്ടിൽ മറഞ്ഞാൽ നോക്കണമേ, സംഹരിക്കുവാൻ കടന്നു വരുന്നവൻ നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുവാൻ സാധിക്കത്തില്ല. ദൈവം തീരുമാനിക്കാതെ, ദൈവം നിശ്ചയിക്കാതെ, ദൈവത്തിൻ്റെ സമയത്തിനല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല. ആ നാമത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക, ആ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവനാമം മഹത്വപ്പെടുവാറാകട്ടെ.